അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സ്കൂളിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിനോട് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ടീച്ചറുടെ പെരുമാറ്റം എല്ലാം വലിയ ഇഷ്ടമാണ്. കുട്ടികൾ ഒരു ദിവസം സ്കൂൾ ടീച്ചർ അധ്യാപികയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല? അപ്പോൾ ടീച്ചർ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാമെന്ന്. അങ്ങനെ ഒരു കഥ പറയാൻ തുടങ്ങി. ഒരു ഉപ്പാക്ക് 4 മക്കൾ, 4 പെൺകുട്ടികളാണ്. ഉപ്പാക്ക് വല്ലാത്ത ദേഷ്യമാണ് പെൺകുട്ടികളോട്. 5ാമത് ഗർഭിണിയായപ്പോൾ പറഞ്ഞു ഉമ്മയോട്, ഇതും പെൺകുട്ടിയായാൽ ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളയുമെന്നാണ്. വീണ്ടും പ്രസവിച്ചു. അള്ളാഹുവിൻ്റെ വിധി തടുക്കാനാകാതെ അതും പ്രസവിച്ചത് പെൺകുട്ടിയാണ്. ദേഷ്യം കൊണ്ട് ഉപ്പ ആരും അറിയാതെ രാത്രി ആ കുഞ്ഞിനെ കൊണ്ടുപോയി റോട്ടിൽ കളയാൻ ശ്രമിച്ചു. അങ്ങനെ റോട്ടിൽ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ആ കുട്ടിനെ കളഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഉപ്പ പതുക്കി നോക്കുമ്പോൾ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കുട്ടി വല്ലാണ്ട് കരയുന്നുണ്ട്. ആ കുട്ടി വീട്ടിലേക്ക് ഓടുന്നു. വീണ്ടും കളയാൻ ശ്രമിച്ചു. അങ്ങനെ പല ദിവസം ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പിന്നെയും ഗർഭിണിയായി. പിന്നെ ആൺമക്കളാണ് പ്രസവിച്ചത്. ഓരോ ആൺമക്കളും വളർന്ന് വലുതായി. പലരും കല്യാണം കഴിഞ്ഞ് പല വിധത്തിൽ പോയി. മറ്റുള്ള ഓരോ പെൺകുട്ടികൾ പലവിധ രോഗങ്ങളെ കാരണത്താൽ മരിക്കാൻ തുടങ്ങി. അവസാനം ബാക്കിയായത് ഒരു പെൺകുട്ടി മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ആ പെൺകുട്ടിയുടെ ഉമ്മ മരണപ്പെട്ടു പോയി. പിന്നെ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ വെറുക്കപ്പെടുന്ന ആ വാപ്പ മാത്രമാണ്. വാപ്പയാണെങ്കിൽ വലിയ പ്രായമുള്ള വാപ്പയാണ്. അന്ന് കളയാൻ ശ്രമിച്ച ആ പെൺകുട്ടി അത് ഞാനാണ്. ടീച്ചർ പറയുകയാണ്, ആ പെൺകുട്ടി ഞാനാണ്. ഇന്ന് വാപ്പാക്ക് വയ്യാൻ നടക്കാനോ ഇരിക്കാനൊന്നും കഴിയാം. അങ്ങനെ ബാപ്പയെ കൂടി ഞാൻ ബാപ്പയെ സാന്ത്വനപ്പെടുത്താൻ, ബാപ്പയെ എല്ലാവിധത്തിൽ നോക്കാൻ ഞാൻ അത്യാവശ്യമാണ്. കല്യാണം കഴിഞ്ഞ് പോയാൽ, ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയാൽ ബാപ്പയെ കൃത്യമായി നോക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഈ കല്യാണം വെടിഞ്ഞ്, അള്ളാഹു നമുക്ക് നൽകുന്ന പെൺകുട്ടികളെന്ന് പറയുന്ന വലിയ അനുഗ്രഹമാണ്. ഭാവിയിൽ നമ്മെ തലോടാനും നമ്മെ കൂടെ കഴിയാനും നമുക്ക് താങ്ങും തണലുമാകാൻ, നമുക്ക് വേണ്ടി നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് സാന്ത്വനം പറയാൻ നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളാണ്. ഒരിക്കലും പെൺകുട്ടികളെന്ന പേരിൽ ഒരിക്കലും വെറുക്കരുത്. അള്ളാഹു നമുക്ക് നൽകുന്ന പെൺകുട്ടികൾ തീർച്ചയായും നരകത്തിൽ നമുക്ക് മറയാണെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരിയിൽ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിലും ഉഖ്റവികളിലും അള്ളാഹു പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.